ഹായ് നമസ്കാരം, ഞാൻ മുറൂട്ടി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അഡ്മിഷൻ എടുക്കുന്ന ഡേറ്റ് എപ്പോഴാണ്, അതുപോലെ തന്നെ എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കൂടുതൽ ആൾക്കാർക്കും സംശയമായിട്ട് വന്നിട്ടുള്ളത് ഇന്ന കോഴ്സിന്റെ സെന്റർ എവിടെയാണുള്ളതാണ്. നമ്മൾ സെന്റർ എങ്ങനെയാണ് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ എവിടേക്കാണ് നിങ്ങളെ തൊട്ടടുത്തുള്ള സെന്റർ എങ്ങനെ കണ്ടെത്തും എന്നുള്ളതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ പോയിട്ട് നിങ്ങൾ കാണുക, ഓരോന്നായിട്ട് കാണുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇന്ന് ഞാൻ പറയുന്നത് പലരും കൂടുതൽ ആൾക്കാർ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന കോഴ്സ് ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ BA ഇംഗ്ലീഷ്, ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് വീഡിയോ ചെയ്യാമെന്ന് പറയാറുണ്ട്. വീഡിയോ ചെയ്യാം, ഉള്ള സമയത്തിനുള്ളിൽ വീഡിയോ ചെയ്യുന്നത് കൊണ്ടാണ് കുറച്ച് ലാഗായിട്ട് വരുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഒഫീഷ്യൽ വെബ്സൈറ്റ് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോസ്പെക്ട്സ്, സെപ്പറേറ്റ് കോഴ്സ്, ഒരു കോഴ്സിൻ്റെ മാത്രമല്ല മൊത്തത്തിലെ കോഴ്സിൻ്റെ ഒരു സെപ്പറേറ്റ് പ്രോസ്പെക്ട്സ് തന്നെ ഉണ്ടാവും. അതുകൂടാതെ നിങ്ങളുടെ കോഴ്സിൻ്റെ കംപ്ലീറ്റ് സിലബസ്, അതുപോലെ തന്നെ ഡ്യൂറേഷൻ എത്രയാണ്, അതിൻ്റെ ഫീസ് എത്രയാണ്, എവിടെയൊക്കെയാണ് സെൻറ്റർ ഉള്ളത്, കംപ്ലീറ്റ് ഡീറ്റെയിൽ അടങ്ങിയ ഒരു PDF ആയിട്ട് തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഏറ്റവും പെട്ടെന്ന് കിട്ടാൻ നിങ്ങൾക്ക് ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത് നിങ്ങൾ ഏത് കോഴ്സാണ്, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ BA ഇംഗ്ലീഷ് ആണെങ്കിൽ BA ഇംഗ്ലീഷ് ഇന്ദിരാഗാന്ധി നാഷണൽ അല്ലെങ്കിൽ IGNOU നിങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കുകയാണെങ്കിൽ, സാധാ ഗൂഗിൾ നോർമലി ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി. അങ്ങനെ ടൈപ്പ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ആ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽ നിങ്ങൾക്ക് അവിടെ കിട്ടും. അതിൽ നോക്കുകയാണെങ്കിൽ അതിൽ ഫീസ് എത്രയാണ്, ആർക്കൊക്കെ അപേക്ഷിക്കാം, എത്രയാണ് ഏജ് കാറ്റഗറി വരുന്നത്, അതുപോലെ തന്നെ റിസർവേഷൻ ആർക്കൊക്കെയാണ്, എത്രയാണ് പേയ്മെൻറ്റ് വരുന്നത്, കംപ്ലീറ്റ് ഡീറ്റെയിൽ, എല്ലാ ഡീറ്റെയിലും നിങ്ങൾക്ക് അതിൽ കിട്ടും. അപ്പോൾ നിങ്ങൾ അങ്ങനെ പോയി നോക്കുകയാണെങ്കിൽ എല്ലാ ഡീറ്റെയിലും നിങ്ങൾക്ക് അതിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ വീഡിയോയുമായി വീണ്ടും വരുന്നത്. ഗുഡ് ബൈ.